Hi, I am Dr. Rani Pavithran, Assistant Professor in Chemistry. I wish to discuss some of the topics in chemistry for second semester Polytechnic College students. Today I discuss the module Electrochemistry and Corrosion. Electrochemistry is a study of interconversion of electrical energy and chemical energy. That is electrical energy chemical energy ആവുന്നതിന്റെയും chemical energy electrical energy ആകുന്നതിന്റെയും അത്തരത്തിലുള്ള ഈ രണ്ട് കൺവേർഷൻസിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് electrochemistry. Electrical energy is converted into chemical energy. That means when electricity is passed through an electrolyte, chemical reactions takes place. That process is called electrolysis. So ഒരു electrolytic സെല്ലിൽ electrolyte കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി മാറുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടക്കുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലിലാണ്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്ന പ്രോസസ്സ് നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിലാണ്. സോ electrical energy is converted into chemical energy in electrolytic cell and chemical energy is converted into electrical energy in galvanic cell or electrochemical cell. Classification of materials based on conduction, their ability to conduct. Materials are classified into conductors, insulators, semiconductors and superconductors based on their ability to conduct electricity. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റൻസസിനെ കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Conductors means they are substances which can conduct electricity or they allow the passage of electricity through them. വസ്തുക്കളിൽ കൂടി ചില വസ്തുക്കൾക്ക് വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. അത്തരം വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് മെറ്റൽസ്, അലോയ്സ്, ഗ്രാഫൈറ്റ്, അയോണിക് കോമ്പൗണ്ട്സ് ലൈക്ക് സോഡിയം ക്ലോറൈഡ് എക്സെട്ര. മെറ്റൽസ്, ഗ്രാഫൈറ്റ്, അയോണിക് കോമ്പൗണ്ട്സ്, സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. The substances which do not allow the passage of electricity through them are called insulators. Insulators in example glass, wood, paper, organic compounds like benzene, sugar, carbon tetrachloride etc. Glass, wood, paper ഇതെല്ലാം ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. Semiconductors means their conductivity or their ability to conduct electricity is between that of conductors and insulators. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ ആണ് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് എങ്കിൽ അത്തരം സബ്സ്റ്റൻസസിനെ ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിലിക്കൺ ഡോപ്ഡ് വിത്ത് ഫോസ്ഫറസ് അല്ലെങ്കിൽ സിലിക്കൺ ഡോപ്ഡ് വിത്ത് ബോറോൺ. ഇത് രണ്ടും സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രതിരോധവും അവർ കൊടുക്കാറില്ല. അതായത് ഏത് രീതിയിലും അവർ വൈദ്യുതി നന്നായി കടത്തിവിടും. സൂപ്പർ കണ്ടക്ടേഴ്സ് മീൻസ് ദേ ഓഫർ നോ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. യൂഷ്വലി metals become superconductors or metals show superconducting nature at very low temperature. സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ്, അതായത് 2 to 5 കെൽവിൻ ആണ് യൂഷ്വലി ഇവർ മെറ്റൽസ് സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ മെർക്കുറി at 4 Kelvin mercury is acting as a super conductor. Conductors are again classified into metallic conductors and electronic conductors. Metallic conductors electronic conductors എന്ന രണ്ട് തരത്തിൽ കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ബിക്കോസ് ദ കണ്ടക്ഷൻ is they conduct electricity by the flow of electrons, that is by the direct movement of electrons. ഇനി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ they are also called ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. അവരെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് ആണ് രണ്ടാമത്തെ തരത്തിലുള്ള കണ്ടക്ടേഴ്സ്. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സിൽ അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഈ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ മെറ്റൽസ് തന്നെയാണ്. മെറ്റൽസ് കോപ്പർ, അലൂമിനിയം, ഗ്രാഫൈറ്റ് എല്ലാം മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. കാരണം അവരിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്സ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ നടക്കുന്നത് അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ്. ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്ന് പറയുന്നത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ടൻസ് ഇസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ചേഞ്ച് ഒന്നും നടക്കുന്നില്ല.
അതുപോലെ തന്നെ there is no transfer of matter അതായത് ഒരു വസ്തുക്കളും അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നില്ല. പിന്നെ കണ്ടക്റ്റൻസ്, ഈ മെറ്റൽസിന്റെ കണ്ടക്റ്റൻസ് ഊഷ്മാവ് മാറുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മെറ്റൽസിന്റെ കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. ഇതെല്ലാമാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ്. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് വരുമ്പം അവിടെ കണ്ടക്ടൻസ് ഇസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്. അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. That means electrolysis is taking place, that is a chemical change is taking place in electrolytic conductors. Decomposition of the electrolyte is taking place. അതായത് ഇലക്ട്രോലൈറ്റിന്റെ ഡീകമ്പോസിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയോൺസ് ആയിട്ട് വിഘടിക്കുകയും അയോൺസ് കാഥോഡിലേക്കും ആനോഡിലേക്കും മൂവ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ is taking place in electrolytic conductors. Then regarding the change in conductance with increase in temperature, in the case of electrolytic conductors, conductance increases with increase in temperature. Examples for metallic conductors are metals and their alloys. Electrolytic conductors example ionic compounds in the molten state or in the fused state. Electrolytes and non-electrolytes. Electrolytes are substances which conduct electricity either in the molten state or in the dissolved state. ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ ലയിച്ച അവസ്ഥയിലോ സോൾവെന്റ്സിൽ ഡിസോൾവ് ചെയ്ത അവസ്ഥയിലോ ലായനി രൂപത്തിലോ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സബ്സ്റ്റൻസസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി ആസിഡ്സ്, ബേസസ്, സോൾട്ട്സ് എല്ലാം ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി either in the molten state or in the dissolved state. മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലായാലും ഡിസോൾവ് സ്റ്റേറ്റിലായാലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കളെയാണ് നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷുഗർ, യൂറിയ, ആൽക്കഹോൾ, ഇതെല്ലാം നോൺ ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഈ ഇലക്ട്രോലൈറ്റ്സിനെ തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ they dissociate completely when dissolved in water. Even at moderate concentrations are called strong electrolytes. Strong electrolytes എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് കോൺസെൻട്രേഷൻസിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന വസ്തുക്കളെയാണ്, ഇലക്ട്രോലൈറ്റ്സിനെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസസ്, സോൾട്ട്സ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, then sodium hydroxide, potassium hydroxide, sodium chloride, etc. are examples of strong electrolytes. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. Then weak electrolytes means they dissociate into ions only partially at moderate concentrations. When dissolved in water, they dissociate only partially into ions. അതായത് വളരെ കുറച്ച് മാത്രം ഡിസോസിയേറ്റ് ചെയ്യുന്നു, അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. അത്തരം ഇലക്ട്രോലൈറ്റ്സിന് പറയുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. എക്സാമ്പിൾ ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്. വീക്ക് ആസിഡ്സ്, വീക്ക് ബേസസ് എല്ലാം എക്സാമ്പിൾസ് ആണ്. അസറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ammonium hydroxide, etc. are examples for weak electrolytes. Next is electrolysis. The decomposition of an electrolyte by the passage of electricity is called electrolysis. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഇലക്ട്രോലൈറ്റിനെ വിഘടിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് നടക്കുന്നത് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിലാണ്. ഈ സെല്ലിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും, അതിൽ രണ്ട് മെറ്റൽ റോഡുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റിൽ രണ്ട് മെറ്റൽ റോഡ് ഡിപ്പ് ചെയ്തിരിക്കും. ഈ മെറ്റൽ റോഡ്സ് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കും. സോ ഇലക്ട്രോളിസിസ് is carried out in an electrolytic cell or electrolytic tank. It consists of two metal rods connected to a battery, so they are also called electrodes. അവരെയാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് an electrolyte is also present. ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് ആനോഡ്. ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിന് അല്ലെങ്കിൽ മെറ്റൽ റോഡിന് പറയുന്ന പേരാണ് കാഥോഡ്. ദെൻ ഇലക്ട്രോളിസിസ് നടക്കുമ്പം നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിഘടിച്ച് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ആയിട്ട് മാറും. പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ പേരാണ് കാഥോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഈ പോസിറ്റീവ് അയോൺസിനെ കാറ്റയോൺസ് എന്ന് പറയും. നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ പേര് ആനോഡ് എന്നായതുകൊണ്ട് ഈ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന നെഗറ്റീവ് അയോൺസിനെ ആനയോൺസ് എന്ന് പറയും. പോസിറ്റീവ് അയോൺസ് കാഥോഡിൽ ചെന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത്, അതായത് റിഡക്ഷൻ നടന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് കാഥോഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് കാഥോഡ്. ഇനി ആനയോൺസ് ആനോഡിൽ എത്തിയതിനു ശേഷം ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തി, അതായത് ഓക്സിഡേഷൻ നടന്ന് കറസ്പോണ്ടിങ് സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യും.
അതായത് anode is the electrode at which oxidation takes place. So definition of anode is the electrode at which oxidation takes place. Cathode is the electrode at which reduction takes place. And ഈ കാറ്റയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കാഥോഡിലും ആനയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആനോഡിലും ഡെപ്പോസിറ്റ് ചെയ്യും ഇലക്ട്രോളിസിസ് സമയത്ത്. സോ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് പോസിറ്റീവ് electrolyte decomposes to positive and negative ions. Positive ions will move towards the cathode, getting deposited at the cathode by undergoing reduction. Anions or negative ions move towards the anode. They will remove their electrons, undergoes oxidation and liberated there. Electrolysis of molten sodium chloride. Molten sodium chloride has Na plus ions and Cl minus ions. When electricity is passed through the solution through the molten sodium chloride, through the electrolytic cell containing molten sodium chloride, Na plus ions will move towards the cathode, Cl minus ions will move towards the anode. Molten sodium chloride Na plus ions Cl minus ions ഉള്ളൂ. ഈ Na plus ions പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് Na plus plus ഇലക്ട്രോൺ ഗീവ്സ് Na എന്ന രീതിയിൽ റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. ദെൻ Cl മൈനസ് അയോൺസ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ഇലക്ട്രോണിലേക്ക് ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും അവിടെ ചെന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് Cl മൈനസ് ഇലക്ട്രോൺ ഗീവ്സ് Cl. ആറ്റംസ് ഉണ്ടാവും. ദെൻ ക്ലോറിൻ ആറ്റംസ് 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം ക്ലോറിൻ മോളിക്യൂൾ. സോ ക്ലോറിൻ വിൽ ബി ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ്. ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. ദെൻ കാഥോഡിൽ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് കാഥോഡിൽ നമുക്ക് സോഡിയവും ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കിട്ടും. Next we have the electrolysis of aqueous solution of sodium chloride. Aqueous solution of sodium chloride means sodium chloride dissolved in water. So it has Na plus ions, Cl minus ions, H plus ions and OH minus ions. Sodium chloride ലായനി എന്ന് വെച്ചാൽ വെള്ളത്തിൽ അല്ലെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സോഡിയം ക്ലോറൈഡ് അതിൽ Na plus ions, Cl minus ions ഉണ്ട്, H plus ionsഉം OH minus ionsഉം ഉണ്ട്. കറണ്ട് പാസ് ചെയ്യുമ്പം Na plus ionsഉം H plus ionsഉം തമ്മിലൊരു മത്സരം പോലെ രണ്ട് അയോൺസും കാഥോഡിലേക്ക് പോകുന്നു. Cl മൈനസ് അയോണും OH മൈനസ് അയോൺസും ആനോഡിലേക്കും പോകും. Okay, so Na plus ions and H plus ions will move towards the cathode. Cl minus and OH minus ions will move towards the anode. Then at the cathode, Na plus ions and H plus ions are present. Then in the case of H plus ion, the discharge potential of H plus ion is lower than that of Na plus ion. Na plus അയോണിനേക്കാൾ H plus അയോണിന്റെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ, അതായത് ഹൈഡ്രജനായി ലിബറേറ്റ് ചെയ്യാനുള്ള ആ റിയാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ H plus അയോണിന് സോഡിയം അയോണിനേക്കാൾ കുറവായതുകൊണ്ട് hydrogen ion will accept electron to form hydrogen gas and hydrogen gas is liberated at the cathode. ആനോഡിൽ Cl മൈനസും OH മൈനസ് അയോൺസും ഉണ്ട്. പക്ഷേ Cl മൈനസ് അയോണിന്റെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ is lower than that of OH minus ions. So Cl minus ions will be converted into chlorine gas and chlorine gas is liberated at the anode. So aqueous solution sodium chloride നെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുകയാണെങ്കിൽ അതിൽ വാട്ടർ ഉണ്ട് NaCl ഉണ്ട്. NaCl ൽ നിന്ന് കിട്ടുന്ന Na plus ions, Cl minus ions, വാട്ടറിൽ നിന്നുള്ള H plus ions, OH minus ions, അങ്ങനെ 4 അയോൺസ് അവിടെ ഉണ്ട്. അതിൽ 2 പോസിറ്റീവ് അയോൺസ് Na പ്ലസും H പ്ലസും. ഈ 2 പോസിറ്റീവ് അയോൺസും കാഥോഡിലേക്ക് മൂവ് ചെയ്യും. H പ്ലസ് അയോൺസ് ആണ് സോഡിയം അയോണിനേക്കാൾ അല്ലെങ്കിൽ സോഡിയത്തിനേക്കാൾ മുന്നേ ഹൈഡ്രജൻ ആയിട്ട് മാറി ലിബറേറ്റ് ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ ഇസ് ലിബറേറ്റഡ് അറ്റ് ദ കാഥോഡ്. ദെൻ ആനോഡിൽ Cl മൈനസ് അയോൺസ് OH മൈനസ് അയോൺസ് ഉള്ളതിൽ Cl മൈനസ് അയോൺ വിൽ ബി ലിബറേറ്റഡ് ആസ് കൺവേർട്ടഡ് ഇൻറ്റു Cl മൈനസ് അയോൺ വിൽ അണ്ടർഗോ oxidation and is converted into chlorine gas. So during the electrolysis of molten sodium chloride, we get sodium metal at the cathode and chlorine gas at the anode. Whereas in the case of electrolysis of aqueous solution of sodium chloride, we get hydrogen gas at the cathode and chlorine gas at the anode. Next is Faraday's laws of electrolysis. So we know during electrolysis one substance is obtained at the cathode, another one is obtained at the anode. But is there any relation between the mass of substance liberated at the cathode or anode and the amount of electricity passed through the solution? This relation was established by Michael Faraday, who is also known as the father of electricity. അതായത് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ കാഥോഡിലും ആനോഡിലും
ഓരോ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എത്രമാത്രം ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ എമൗണ്ട് അളവ് എത്രയാണ് എന്നത്, ആ അളവ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കടത്തിവിടുന്ന വൈദ്യുതി എത്രമാത്രമാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന റിലേഷൻ കൊണ്ടുവന്നത് മൈക്കൽ ഫാരഡെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 നിയമങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്ന് ഫസ്റ്റ് ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി. സെക്കൻഡ് വൺ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് എത്രമാത്രം സബ്സ്റ്റൻസ് ആണ് കാഥോഡിൽ അല്ലെങ്കിൽ ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കടത്തിവിടുന്ന വൈദ്യുതിക്ക് നേരനുപാതത്തിലായിരിക്കും. അതായത് amount of substance deposited or liberated at the corresponding or respective electrodes will be directly proportional to the quantity of electricity passed through the electrolyte. Okay, അപ്പോൾ അതായത് കാഥോഡിൽ അല്ലെങ്കിൽ ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കൂടി അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് സമയത്ത് കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിക്ക് വൈദ്യുതിക്ക് നേരനുപാതത്തിലായിരിക്കും. അതായത് ഇപ്പോൾ W ഗ്രാം ആണ് നമുക്ക് കിട്ടുന്ന ആനോഡിൽ അല്ലെങ്കിൽ കാഥോഡിൽ കിട്ടുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് കിട്ടുന്നത് Q കൂളോംസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണെങ്കിൽ W is directly proportional to Q, that is W Qവിന് നേരനുപാതത്തിലായിരിക്കും. So the amount of electricity passed through the electrolyte is, if it is Q coulombs, by passing Q coulombs of electricity through the electrolyte, if we are getting W grams of the substance at the cathode or anode, then W will be directly proportional to Q. Then proportionality can be lifted by using a constant, that is W is equal to ZQ. W is equal to ZQ. Proportionality മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് Z. Z is called electrochemical equivalent. Q എന്ന് പറയുന്നതിനെ നമുക്ക് വീണ്ടും Q is equal to I into T എന്ന് എക്സ്പ്രസ് ചെയ്യാം. I is the current, I in ampere, into T is the time. T സമയത്തേക്ക് കടത്തിവിടുന്ന കറണ്ട് I ആണെങ്കിൽ Q is equal to I into T. So equation becomes W is equal to ZIT. If 1 ampere current is passed through the solution for 1 second, Q becomes 1. So the expression becomes W is equal to Z. അതായത് Z is equal to W എന്ന് വരും. എന്ന് പറഞ്ഞാൽ Z is equal to W means Z electrochemical equivalent ആണ്. That is equal to W, that is the amount of substance deposited or liberated at the electrode by passing, or when we pass 1 ampere current for 1 second or 1 coulomb of electricity. അതിന് പറയുന്ന പേരാണ് electrochemical equivalent. So electrochemical equivalent Z is equal to W, that is Z is the amount of substance deposited or liberated at the respective electrodes by the passage of 1 coulomb of electricity. Next is Faraday's second law of electrolysis. According to second law of electrolysis, when same amount of electricity is passed through solutions having different solutions connected in series, the amount of substance liberated or deposited at the respective electrodes will be directly proportional to their equivalent masses. അതായത് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് സൊല്യൂഷൻസിൽ കൂടി ഒരേ അളവിലെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഇലക്ട്രോഡ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഓരോ സബ്സ്റ്റൻസിൻ്റെയും മാസ് എന്ന് പറയുന്നത് അതാത് സബ്സ്റ്റൻസിൻ്റെ ഇക്വലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അത് നേരനുപാതത്തിലായിരിക്കും. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാസ് WA is directly proportional to equivalent mass of A, that is WA is proportional to EA. B എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് WB directly proportional to EB. So WA is directly proportional to EA, WB is directly proportional to EB. On dividing these two expressions, we will get an equation WA by WB is equal to EA by EB. This equation is the mathematical representation of second law of electrolysis. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മെറ്റലിൻ്റെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുക. അതൊരു ഇലക്ട്രോളിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണത്. So today we have discussed what is electrochemistry, what are the different types of materials based on conduction, that is conductors, insulators, semiconductors, superconductors. Then what are the different types of conductors, metallic conductors, electrolytic conductors, different types of electrolytes, strong electrolytes, weak electrolytes, then non-electrolytes. Then we have also discussed electrolysis, then electrolysis of molten sodium chloride, electrolysis of aqueous solution sodium chloride, Faraday's first law of electrolysis, Faraday's second law of electrolysis. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.